നമസ്കാരം. മഴ ചാറി തുടങ്ങുമ്പോൾ വീട്ടുമുറ്റത്ത് വഴിതെറ്റി വന്നു കയറിയ വഴിപോക്കൻ, ആളുകൂടുന്ന ഇടങ്ങളിൽ പൊങ്ങച്ചം കാണിക്കുന്നവർ, കൂട്ടുകൂടിയിരിക്കുന്ന ഇടനേരങ്ങളിൽ ബടായി പറയുന്ന രാഷ്ട്രീയക്കാരൻ, ഇങ്ങനെ പലരെയും നോക്കിക്കണ്ട് ജീവിക്കുകയായിരുന്നു ബോബനും മോളിയും അപ്പിഹിപ്പിയും എല്ലാം. ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കഥാപാത്രങ്ങൾ. അവരുടെയെല്ലാം സൃഷ്ടാവ് ചിരിക്കഥകളുടെ തമ്പുരാൻ ടോംസ് വിട പറഞ്ഞിരിക്കുന്നു. ടോംസിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തുടങ്ങുകയാണ് ഡെമോക്രസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. VS-നെതിരെ കേസ് കൊടുക്കുമെന്ന് ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസുകാർ ആവേശഭരിതരാണ്. VS-ന്റെ കുഴിയിൽ ചാടി പ്രചാരണ പരിപാടികൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുവെന്ന പരാതികളുള്ള ചില കോൺഗ്രസുകാരെയൊന്നും പരിഗണിക്കാതെ ഉമ്മൻചാണ്ടി കേസ് കൊടുക്കുമെന്ന ഉറച്ച തീരുമാനത്തിലാണ്. ഉമ്മൻചാണ്ടി കൊടുക്കാനിടയുള്ള ആ കേസിന്റെ ബലത്തിൽ രമേശ് ചെന്നിത്തലയും VS-നെ വെല്ലുവിളിക്കാൻ ഇറങ്ങിയതോടെ സംഗതി വഷളായി. ചെന്നിത്തലയുടെ കത്തും തൂക്കിപ്പിടിച്ച് VS രംഗത്തിറങ്ങി. ഉമ്മൻചാണ്ടി പോലും മറന്ന കത്ത്. ചെന്നിത്തലയോടും കേസ് കൊടുക്കാനാണ് VS വെല്ലുവിളിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ ബലത്തിൽ കളിക്കാനിറങ്ങുമ്പോൾ തന്നെ സുധീറിനൊക്കെ പറഞ്ഞതാണ് സൂക്ഷിക്കണം എന്ന്. അവൻ എന്നെ പണ്ടൊരു കാര്യമില്ലാത്ത കാര്യത്തിന് തല്ലിയിട്ടുള്ളതാ. ചുമ്മാ അവന്റെ അമ്മക്കൊന്ന് വിളിച്ചേനെ. ഇപ്പൊ അതിന് കണക്കെടുക്കാൻ പറ്റിയ സമയോ? നിന്നെ ഞാൻ പട്ടിയെ തല്ലുന്ന പോലെ തല്ലാൻ പോവാ. എന്നെ തിരിച്ചടിച്ചാലേ കീറിക്കളയും. അമ്മക്കുറിച്ച് നീ പാവങ്ങളെ തല്ലുവല്ലടാ. ഉമ്മൻചാണ്ടിയെ പറ്റിയും മറ്റും കേരളത്തിലെ ആഭ്യന്തര മന്ത്രി രമേശ് ചെന്നിത്തല എഴുതിയ ഒരു കത്തിനെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പരാമർശനം നടത്തുകയുണ്ടായി. അതേപ്പറ്റി പിന്നെ കേട്ടത് പത്രക്കാരോട് രമേശ് ചെന്നിത്തല പറഞ്ഞത് ഞാൻ അങ്ങനെ ഒരു കത്തേ എഴുതിയിട്ടില്ലെന്നാണ്. മിസ്റ്റർ രമേശ് ചെന്നിത്തല, ഞാൻ ബഹുമാനിതനായ ആഭ്യന്തരകാര്യമന്ത്രിയോട് ചോദിക്കുകയാണ്, ആ കത്തിലെ ഒപ്പ് ആരുടേതാണ്? രമേശ് ചെന്നിത്തലയുടേതല്ലേ? അങ്ങനെയെങ്കിൽ അത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്താൻ നിങ്ങളുടെ കീഴിൽ എത്രയോ സംവിധാനങ്ങളുണ്ട്. ആഭ്യന്തരകാര്യമന്ത്രിയുടെ ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? അത് സംബന്ധിച്ചുള്ള ശരിയായ വിവരം അറിയാൻ വേണ്ടി ഒരു അന്വേഷണം നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇല്ല അല്ലേ? സാരല്ല. ചെന്നിത്തല പാവം. VS ആണെങ്കിൽ പിന്നാലെ പോയി ഉപദ്രവിച്ച് ഇനിയും വല്ല കേസും വരുത്തി വയ്ക്കാനുള്ള പരിപാടിയിലാണ്. പാർട്ടിക്കകത്ത് കാലങ്ങളായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പൊല്ലാപ്പുകൾ കണ്ടിട്ടോ എന്തോ സുധീരൻ കോൺഗ്രസിനകത്തെ VS ആകാൻ ആവതുപോലെ ശ്രമിക്കുന്നയാളാണല്ലോ. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ VS-നും സുധീറിനും പക്ഷേ സമാനമായ ഒരു ദുരന്ത വിധിയുണ്ടായി. M സ്വരാജിനു വേണ്ടി പ്രചാരണത്തിനെത്തിയ VS-നെയും അടൂർ പ്രകാശിനു വേണ്ടി പ്രചാരണത്തിനിറങ്ങിയ VM സുധീറിനെയും കാണേണ്ടതു തന്നെയാണ്. ക്യാപിറ്റൽ പണിഷ്മെന്റിന്റെ കാര്യം പറഞ്ഞ് VS-നെ ചങ്ങലയ്ക്കിടാൻ രംഗത്തിറങ്ങിയവൻ എന്ന ദുഷ്പേരാണ് ശത്രുക്കൾ തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥി M സ്വരാജിന് ചാർത്തിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടി വേദിയിൽ VS-നെതിരെ നിരന്തരം വാളെടുക്കുന്ന ആളായാണ് മാധ്യമങ്ങളിലൂടെ അറിയപ്പെടുന്നതും. എന്തായാലും തെരഞ്ഞെടുപ്പ് വേദിയിൽ തൃപ്പൂണിത്തുറയിൽ VS സ്വരാജിന് വേണ്ടിയെത്തി. സ്വരാജിനെ വിജയിപ്പിക്കാൻ ആഹ്വാനവും ചെയ്തു. അങ്ങനെ സ്നേഹമുള്ള രക്ഷിതാവായി പരിണമിച്ചു. ഈ പടി ചവിട്ടരുന്ന് പറഞ്ഞിട്ടുള്ളതിനോട് ചവിട്ടരുതാത്ത പടിയും ചവിട്ടാനുള്ള ചങ്കൂറ്റമുണ്ടിപ്പോ. അത്രയ്ക്ക് വളർന്നു പോയി. പഴയ റോയില്ലത് ജീവിതത്തിന്റെ ഫീസില്ലാ കോഴ്സ് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി വന്നവനാ. റോയിയുടെ അടുത്ത് ഇനിയും കളി വേണ്ട. കളി വേണ്ട, കാര്യമായിട്ട് തന്നെ
ഇറങ്ങി പോവാനല്ല വന്നത്. സഹോദരീ സഹോദരന്മാരെ, തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എം സ്വരാജ്. ഇനി നിഷേധിച്ചാലുണ്ടല്ലോ ആ അപ്പനോട് പോയി പണി നോക്കാൻ പറയുന്നു. ഇവിടെ ഇപ്പോ തിരുവനന്തപുരത്തേക്കൊക്കെ പല ആവശ്യങ്ങൾക്കായി പലർക്കും വരേണ്ടതായി വരും. ചിലപ്പോൾ ചികിത്സക്കോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസുകളിൽ നിന്ന് എന്തെങ്കിലും കടലാസുകൾ ശരിയാക്കാനോ, അങ്ങനെ പല ആവശ്യങ്ങൾക്കും. ഭാവിയിൽ അങ്ങനെ ആർക്കെങ്കിലും ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ഒരു ആവശ്യം വന്നാൽ തിരുവനന്തപുരത്ത് ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്ന് വിഷമിക്കേണ്ടി വരില്ല. നിങ്ങൾ എന്നെ വിജയിപ്പിച്ച് പറഞ്ഞയച്ചാൽ നിങ്ങളുടെ വീട്ടിലെ ഒരംഗം MLA ആയി തിരുവനന്തപുരത്തുണ്ട് എന്ന ധൈര്യത്തോടെ നിങ്ങൾക്ക് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാനാണ്. ഇവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ചിട്ട് വന്നാൽ നിങ്ങൾ തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്ക് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എം സ്വരാജ് ഓട്ടോറിക്ഷ വിളിച്ച് നിങ്ങളെ കാത്തു നിൽക്കും എന്നതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ക്ലൈമാക്സ് എങ്ങനെയുണ്ടപ്പ? ഇപ്പോഴാടാ നീ ഒരു നായകനായത്. പക്ഷെ നല്ല നടൻ ഇപ്പോഴും അപ്പം തന്നെയാ. സഖാവ് സ്വരാജിനെ അദ്ദേഹത്തിന്റെ ചുറ്റികേരുവ നക്ഷത്ര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വൻ ഭൂരിപക്ഷത്തോടുകൂടി തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നിന്ന് കേരള അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങളോടെല്ലാം വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സ്വരാജിന്റെ ചിഹ്നം ചുറ്റികേരുവ നക്ഷത്രം. ഓർമ്മ വയ്ക്കൂ, ഓർമ്മ വയ്ക്കൂ, ഓർമ്മ വയ്ക്കൂ. ഇതിനേക്കാൾ കടുപ്പമായിരുന്നു കോന്നിയിൽ കണ്ടത്. VS-ഉം സ്വരാജും തമ്മിൽ പാർട്ടിയിലെ ആഭ്യന്തര തർക്കങ്ങളായിരുന്നെങ്കിൽ സുധീരനും അടൂർ പ്രകാശും അങ്ങനെ പോലുമായിരുന്നില്ല. അടൂർ പ്രകാശ് കടുത്ത അഴിമതി ആരോപണം നേരിടുന്ന ആളായതിനാൽ സീറ്റ് കൊടുക്കരുതു എന്ന് ഹൈക്കമാൻഡിനോട് തലകുത്തി നിന്ന് പറഞ്ഞതാണ് സുധീരൻ. ഒടുവിൽ സീറ്റും കൊടുത്ത് പാട്ടും പാടി ഉമ്മൻചാണ്ടി സുധീരനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കുകയാണ്. കോന്നിയിൽ സുധീരനെ കൊണ്ട് തന്നെ അടൂർ പ്രകാശിന് വേണ്ടി വോട്ട് ചോദിപ്പിച്ച് കളഞ്ഞു. ശ്രീ അടൂർ പ്രകാശ് അടൂർ നിയോജകമണ്ഡലത്തിൽ, കോന്നി നിയോജകമണ്ഡലത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്ന കോന്നി നിയോജകമണ്ഡലത്തിൽ വരുത്തിയ വികസന പ്രവർത്തനങ്ങളെ, ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിച്ചു. മോനെ, നീ ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചിട്ടില്ല. നിന്നെ രക്ഷിച്ചത് ഞാനാ, ഞങ്ങളാ. നീ ധൈര്യമായിട്ടിരിക്കും, ഞങ്ങളുടെ കൂടെ. ഒരു നിയോജകമണ്ഡലത്തിൽ 2 മെഡിക്കൽ കോളേജിന്റെ സാന്നിധ്യം ഉണ്ടാകുക എന്ന് പറയുന്നത് അത്ര ലളിതമല്ല. മോന്റെ വീട് എവിടെയാണ്? പറ മോനെ. കുറച്ചു കാലം അദ്ദേഹം ആരോഗ്യവകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്നു. ആ കാലത്താണ് മെഡിക്കൽ കോളേജ് ഇവിടെ വന്നിട്ടുള്ളത്. മോനെ, മോനൊന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങൾ ശത്രുക്കളല്ല, മിത്രങ്ങളാണ്. ഈ ഗ്ലൂക്കോസ് കുപ്പിയാണ് സത്യം. ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എടാ മോനെ, നീ ആരാണ്, എന്താണ്, ഊരും കൂടി എവിടെയാണ്? നിങ്ങളുടെ MLA അടൂർ പ്രകാശ് ഈ നിയോജകമണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നേരിട്ട് ബോധ്യമുള്ള നിങ്ങളോട് അതേക്കുറിച്ച് ഇനി ഞാൻ പറയേണ്ട കാര്യമില്ല. പരമ്പരാഗതമായിട്ട് ഞങ്ങൾ പോലീസ് ഫാമിലിയാ. എന്റെ വല്യമാവൻ മലപ്പുറത്ത് അങ്ങാടിയിൽ SI ആയിരുന്ന സമയത്ത്. SI ഇന്നലെ പറഞ്ഞ ഹെഡ് കോൺസ്റ്റബിൾ ആണെന്ന്. അല്ല, പുള്ളി പിന്നീട് SI ആയി. ആ ഓർമ്മയിൽ ഞാൻ പറഞ്ഞു പോയതാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് അവിടെ മൊയ്തീൻ കുട്ടി എന്നൊരു കേടി ഉണ്ടായിരുന്നു. നഖത്തിനിടയിൽ ആണിയടിച്ച കഥയല്ലേ? അതെ. അതെനിക്ക് കാണാപ്പാടാ. എങ്ങനെ അറിയാം? ആശുപത്രിയിൽ വെച്ച് 1/2 മണിക്കൂർ ഇടവിട്ട് മരുന്ന് തരുന്ന പോലെ പറഞ്ഞോണ്ടിരുന്ന കഥയല്ലേ? അപ്പൊ ഞാനത് പറഞ്ഞല്ലേ. വമ്പിച്ച ഭൂരിപക്ഷം നൽകി അദ്ദേഹത്തെ വിജയിപ്പിച്ച് അനുഗ്രഹിക്കണം എന്ന അപേക്ഷയോടുകൂടി. എന്നാ ഞാൻ വേറൊന്ന് പറയാം. ഞാൻ SPF-ലായിരിക്കുമ്പോ, ഈ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സിലായിരിക്കുമ്പോ, ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരു VIP-ക്ക് സാറ് പ്രൊട്ടക്ഷന് പോയപ്പോ ഒരു ഉഗ്രവാദി വന്ന് സാറിനെ കണ്ട് പേടിച്ചോടിയ കഥയല്ലേ? ഇതൊക്കെ ഈ നാട്ടിൽ ഇത്ര ഫേമസ് ആയിപ്പോ പോയല്ലോ. അതല്ല, ആശുപത്രിയിൽ വെച്ചൊരു 3-4 പ്രാവശ്യം സാറ്. ഊണ് റെഡി ആയെന്ന് തോന്നുന്നു. അച്ഛനവിടെ കാത്തിരിക്കും. വാ. നല്ല വെയിലാണ്, നല്ല ചൂടാണ്. ഈ ചൂടിയൊക്കെ മറച്ചു വെച്ചത് നന്നായി.
വെയിൽ കൊള്ളാതിരിക്കാൻ സൗകര്യപ്പെടുത്തിയത് ഏറ്റവും ഉചിതമായി. വെയിൽ കൊള്ളുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതാണ് നല്ലത്. ഇനിയും നിന്നാൽ പുറത്തെ വെയിലും അകത്തെ അപമാനവും കൊണ്ട് സുധീരൻ വിങ്ങിപ്പൊട്ടിയേക്കും. ഒരു കാര്യം ഏതായാലും ഉറപ്പായി, VM നേരത്തെ പ്രഖ്യാപിച്ച അഴിമതിക്കാരുടെ പട്ടികയിൽ നിന്ന് അടൂർ പ്രകാശ് പുറത്തായി എന്ന കാര്യം. പ്രചാരണം കൂടി നടത്തിയതോടെ അടൂർ പ്രകാശ് അഴിമതിക്കാരനാണ് എന്ന നിലപാട് മാറിയെന്ന് കരുതാമോ? ഇങ്ങനൊരു ചോദ്യം വരുന്നത് തന്നെ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം നമുക്കറിയാം, നമുക്ക് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ഏത് പാർട്ടിയിലും, കോൺഗ്രസ് എന്നല്ല ഏത് പാർട്ടിയിലും സ്വാഭാവികമായി ചർച്ച നടക്കും. ആ ചർച്ച വരുമ്പോൾ പല അഭിപ്രായങ്ങളും വരും. തീരുമാനം പാർട്ടി എടുത്തു കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ തീരുമാനമാണ്, അത് ഔദ്യോഗിക തീരുമാനമാണ്. ഔദ്യോഗികമായി തീരുമാനിക്കപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവരെ വിജയിപ്പിക്കുക എന്നുള്ളത് ഏതൊരു പാർട്ടി പ്രവർത്തകൻ്റെയും ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്തമൊക്കെ ശരി തന്നെ. പക്ഷേ അടൂർ പ്രകാശ്, കെ ബാബു, ബെന്നി ബെഹന്നാൻ തുടങ്ങി അഴിമതിയിൽ കുളിച്ചവർ മത്സരിക്കേണ്ട എന്ന് VM അല്ലേ പറഞ്ഞത്? എന്നിട്ടിപ്പോൾ അടൂർ പ്രകാശിനെ വാഴ്ത്തപ്പെട്ടവനാക്കാൻ കോന്നിയിലേക്ക് പോയി. അവർക്കെതിരെ എടുത്ത നിലപാടുകളെല്ലാം വിട്ടു എന്ന് കരുതാം അല്ലേ? അവർക്കെതിരെ വന്ന, ഇപ്പം നമുക്കറിയാം, ഒരു പാർട്ടിക്കകത്ത് എന്ത് ചർച്ച നടക്കുന്നു എന്നുള്ളത് ആരെങ്കിലും പറയുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടി സംവിധാനത്തിൽ നടക്കുന്ന ചർച്ചകൾ മാധ്യമപ്രവർത്തകർ അവരുടെ ഭാവനാവിലാസത്തിൻ്റെ അടിസ്ഥാനത്തിലോ അവർക്ക് കിട്ടുന്ന എന്തെങ്കിലും ബ്രീഫിങ്ങിൻ്റെ അടിസ്ഥാനത്തിലോ പറയുന്നു അല്ലാതെ എന്ത് നടന്നു, നടന്നു എന്നുള്ളത് ആർക്കറിഞ്ഞുകൂടാ, പങ്കെടുത്തവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പോലും ഇതൊരു ചോദ്യമായി ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ എത്രയോ രാഷ്ട്രീയ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളാണ്. ഇപ്പോൾ അതൊക്കെ ഒരു ചോദ്യത്തിനുള്ള പ്രസക്തി പോലും വരുന്നില്ല. കാരണം എല്ലാ പാർട്ടി ഒഫീഷ്യലായി നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥികൾ. അപ്പോൾ ഈ ഒഫീഷ്യലായി നിശ്ചയിച്ച അടൂർ പ്രകാശ് അഴിമതിക്കാരനല്ല? അല്ല, അതൊക്കെ താങ്കളുടെ അഭിപ്രായം എൻ്റെ മേൽ വെച്ച് കെട്ടരുത് ദയവായി പ്ലീസ്. VS പറഞ്ഞൊരു കാര്യം പോലെ ഞാൻ ആ കാര്യത്തിൽ അത് യോജിക്കുകയാണ്. VS പറഞ്ഞത് മാധ്യമപ്രവർത്തകരുടെ അഭിപ്രായം നമ്മുടെ തലയിൽ വെച്ച് കെട്ടരുത്. VS അന്ന് പറഞ്ഞപ്പോൾ വലിയ പുകിലുണ്ടാക്കിയ ആളാണ്. ഇപ്പോൾ ആ തെമ്മാടി പ്രയോഗം സുധീരനും ഇഷ്ടമായിരിക്കുന്നു. അത് കൊള്ളാം. ഇനിയിപ്പോൾ അഴിമതി പട്ടികയിൽപ്പെടുത്തിയ സ്ഥാനാർത്ഥികളുടെ എല്ലാ മണ്ഡലത്തിൽ സുധീരൻ പ്രചാരണത്തിന് പോകും. 140 നിയോജകമണ്ഡലത്തിലും പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ സമയ ചുരുക്കം മൂലം എത്താൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും പരമാവധി നിയോജകമണ്ഡലത്തിൽ എത്തും. നമ്മളെ കൊണ്ട് ബാർബറെ കണ്ടുപിടിക്കാൻ പറ്റില്ല, കിരീടവും വീണ്ടെടുക്കാൻ പറ്റില്ല, ഉറപ്പാ. അതുകൊണ്ട് വയസ്സുകാലത്ത് ചാരുകസരെ കിടന്ന് അയവറക്കാൻ കുറെ മധുര സ്മരണകൾ ഉണ്ടാക്കിയിട്ട് സ്ഥലം വിടുക, അത്ര തന്നെ. എന്ന് വെച്ചാൽ എടോ കിട്ടിയ അവസരം കളയാതെ സുഖിക്കുക. എനിക്ക് ഡ്യൂട്ടി അല്ല ദാസ, നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് മനസ്സ് വെറുതെ പുണ്ണാക്കിയിട്ട് ഒരു കാര്യമില്ല. അല്ല, അതൊക്കെ മോശമല്ലേ? എന്ത് മോശം? അല്ല, നീ പറയുന്നത് ഒരു കണക്കിന് ശരിയാണ്. പിന്നെ എന്താ പ്രശ്നം? തൽക്കാലം ഈ സ്വർഗലോകത്തിന്റെ നാടി ഞരമ്പുകളിലൂടെ നമ്മൾ ഊളിയിട്ടിറങ്ങുന്നു. ഈ സ്വപ്നലോകത്തിന്റെ ഉന്മത്തമായ ആവേശം നമ്മൾ ഉൾക്കൊള്ളുന്നു. അതാണ് നല്ലത്. പ്രചാരണം അങ്ങ് ആഘോഷിച്ച് കാലം കഴിക്കുക. ഭരണം കിട്ടിയാൽ കിട്ടി. എന്തായാലും സുധീരൻ തന്നെ അകറ്റി നിർത്തപ്പെടേണ്ടവരുടെ പട്ടിക തിരിച്ചിരുന്നതിനാൽ ഇടതുപക്ഷത്തിന് വിളിച്ചു ചൊല്ലാൻ എളുപ്പമുണ്ട്. VSന്റെ വിളിച്ചു ചൊല്ലൽ ഒരു ഇടവേള കഴിഞ്ഞ്. നമ്മൾ പേര് മാറ്റിയ അവൻ പിന്നെ എങ്ങനെ നമ്മളെ തിരിച്ചറിയും? നമ്മൾ കരുതിയ പോലെ ചില്ലറക്കാരനല്ല. ഇനി നമ്മൾ കൂടുതൽ കെയർഫുൾ ആകും.